നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ. മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും കൂടിക്കാഴ്ച നടത്തി. ആരോപണം ഉന്നയിക്കുന്നവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കാനാണ് സർക്കാർ നീക്കം. നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണാരോപണങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തായ നടുക്കുന്ന ലൈംഗിക ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കാൻ നിയമപ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട്. പരാതിക്കാർക്ക് രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പോലീസുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായേക്കും. പരാതിയുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുക്കും. ഐജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ 7 സംഘത്തിനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് എഡിജിപി എച്ച് വെങ്കിടേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. സംഘത്തിൽ 4 വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. എസ് അജിത ബീഗം, ജി പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്കറെ, മെറിൻ ജോസഫ്, വി അജിത്, എസ് മധുസൂദനൻ എന്നിവരും സംഘത്തിലുണ്ട്. ഹോട്ടലിൽ താമസിച്ചപ്പോൾ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി. മുകേഷിനെതിരെ ആരോപണവുമായി വീണ്ടും ടെസ് ജോസഫ്. നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ്. പലതവണ അദ്ദേഹം മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് ഫോണിലൂടെ നിർബന്ധിച്ചതായി നടി ആരോപിച്ചു. 2018 നടി ഇതേ ആരോപണം ഉന്നയിച്ചെങ്കിലും അത് വേറെ മുകേഷ് കുമാർ ആകാമെന്നായിരുന്നു നടൻ മുകേഷിന്റെ അന്നത്തെ പ്രതികരണം. എന്നാൽ നടൻ മുകേഷിന്റെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് ടെസ് ഇപ്പോൾ രംഗത്തെത്തിയത്. അത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ മുകേഷ് തന്നെയാണെന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകയാണ് ടെസ് ജോസഫ്. അന്ന് ഹോട്ടലിൽ താമസിച്ചപ്പോൾ രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി. ദുരനുഭവം ഷോ മേധാവി ഡെറിക് ഒബ്രിയോട് പറഞ്ഞിരുന്നു. തന്നെ ആ പരിപാടിയിൽ നിന്നും ഡെറിക് ഒഴിവാക്കി തന്നുവെന്നും ടെസ് പറയുന്നു. എംഡിഎംഎയുമായി യുവാവും യുവതിയും അറസ്റ്റിൽ. പാലക്കാട് വാളയാറിൽ എംഡിഎംഎയുമായി 2 പേർ പിടിയിൽ. എറണാകുളം സ്വദേശി ഹാരിസ്, ഇയാളുടെ സുഹൃത്ത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ഷാഹിന എന്നിവരാണ് പിടിയിലായത്. 100 ഗ്രാമോളം എംഡിഎംഎയും ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് വാളയാർ പോലീസും ഡാൻസാഫും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് രഞ്ജിത്ത്. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ച് രഞ്ജിത്ത് രാജിക്കത്ത് സർക്കാരിന് കൈമാറി. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത്. രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്നും ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു. വയനാട്ടിൽ നിന്നും ഇന്നലെ കോഴിക്കോട്ട് വസതിയിലേക്ക് മടങ്ങിയെത്തിയ രഞ്ജിത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് രാജിക്കത്ത് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെച്ചു. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ സിദ്ദിഖ് രാജിവെച്ചു. അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകി. യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖിന്റെ രാജി. നടി രേവതി സമ്പത്തിന്റെ ആരോപണങ്ങളിൽ പോലീസ് കേസെടുത്തേക്കുമെന്നാണ് സൂചന. സിനിമ മോഹിച്ചെത്തിയ യുവനടിയെ ചെറുപ്രായത്തിൽ പീഡിപ്പിച്ചെന്ന ആരോപണം അതീവ ഗുരുതരമാണെന്ന വിലയിരുത്തലാണ് കേസെടുക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത്. വയനാട് ഇന്ന് നടത്തിയ തിരച്ചിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ നടത്തിയ തിരച്ചിലിൽ ഇന്ന് 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അസ്ഥിഭാഗങ്ങളും മുടിയും ഉൾപ്പെടെ 6 ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന നടത്തും. ശരീരഭാഗങ്ങൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ദുരന്തത്തിൽ കാണാതായവരുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് ഇന്ന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിയത്. NDRF, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി 14-അംഗ ടീമാണ് ഇന്ന് മേഖലയിൽ തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ നിന്ന് നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ആലപ്പുഴയിൽ ജ്വല്ലറിയിൽ മോഷണം. 13 ലക്ഷത്തിന്റെ ആഭരണം നഷ്ടമായി. ആലപ്പുഴ മുല്ലക്കൽ തെരുവിൽ ജ്വല്ലറിയിൽ മോഷണം. 7 കിലോ വെള്ളി നഷ്ടമായതായി ജ്വല്ലറി ഉടമ അറിയിച്ചു. 13 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയതായിട്ടാണ് നിഗമനം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കായംകുളത്ത് ഒറ്റയ്ക്ക് താമസിച്ച വയോധികയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത് 7 പവൻ കവർന്നു. ഒരാൾ പിടിയിൽ. കായംകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധികയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തു.
വയോധികയ്ക്ക് നേരെ മുളകുപൊടി എറിഞ്ഞ് അകത്ത് കടന്ന പ്രതി 7 പവൻ സ്വർണം കവർന്ന ശേഷമാണ് പീഡിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മണിവേലിക്കടവ് സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് മനസ്സിലാക്കിയാണ് ഇയാൾ 70-കാരിയുടെ വീട്ടിലെത്തിയത്. അതിന് പിന്നാലെ വാതിൽ മുട്ടി അയൽക്കാരനാണെന്ന് പറഞ്ഞു. വാതിൽ തുറന്ന ഉടനെ വയോധികയ്ക്ക് നേരെ മുളകുപൊടി എറിഞ്ഞ് പ്രതി അകത്തേക്ക് കടന്നു. ആഭരണങ്ങൾ കവർന്ന ശേഷം പ്രതി വയോധികയെ പീഡിപ്പിക്കുകയും വാതിൽ പുറത്തുനിന്ന് പൂട്ടി രക്ഷപ്പെടുകയുമായിരുന്നു. ഇന്ന് രാവിലെ വയോധികയുടെ ശബ്ദം കേട്ട് എത്തിയവരാണ് വാതിൽ തുറക്കുന്നതും ഇവരെ ആശുപത്രിയിൽ എത്തിച്ചതും. തുടർന്ന് പോലീസിൽ പരാതി നൽകി. മോഷ്ടിച്ച ആഭരണങ്ങൾ വിൽക്കുന്നതിനിടെയാണ് മണിവേലിക്കടവ് സ്വദേശി പിടിയിലായത്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പാപ്പിനിശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ തട്ടി 9 വയസ്സുകാരന് ദാരുണാന്ത്യം. പാപ്പിനിശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ തട്ടി 9 വയസ്സുകാരന് ദാരുണാന്ത്യം. മസ്ജിദിന് സമീപത്ത് ജഷീറിന്റെ മകൻ പി മുഹമ്മദ് ഷിനാസാണ് മരിച്ചത്. പാലത്തിലൂടെ സഹോദരനൊപ്പം നടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് ഇടിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. കഴിഞ്ഞ 23 വർഷമായി മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നു. മന്ത്രി കെ ബി ഗണേഷ് കുമാർ. നിലവിൽ ഒരു വിഷയത്തിലും പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അത് അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. മാധ്യമങ്ങൾ തന്നെ ഉപദ്രവിക്കുകയാണ്. ഇങ്ങനെ വേട്ടയാടരുത്. കഴിഞ്ഞ 23 വർഷമായി മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. തന്നിൽ ഔഷധ ഗുണങ്ങൾ ഒന്നുമില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.